എന്നുമീ പനിനീർപ്പൂവിനെ സ്നേഹിച്ചു ഞാൻ. എൻ്റെ മനസ്സിൽ ഇവൾക്കായൊരിടം കരുതി ഞാൻ. പ്രിയമുള്ളവൾ, എനിക്കെന്നും പ്രിയമുള്ളവൾ, എന്നും ഇവൾക്കായി മനസ്സിൽ ഒരിടം കരുതി ഞാൻ. ഈ മാർദ്ദവമേനിയിൽ മെല്ലെ തലോടി ഞാൻ. നാണത്തോടവൾ തല താഴ്ത്തി നിൽക്കവേ, പൂന്തേനിൻ സുഗന്ധം തേടിയലഞ്ഞിടും സുന്ദരി പൂമ്പാറ്റകൾ ചാരത്തണഞ്ഞുവോ. നിന്നെ വലം വെച്ച് തേൻ മധുരം നുണഞ്ഞ് ഒരു സ്നേഹമുത്തം നിനക്കായി നൽകി. മെല്ലെ പറന്നുപോം കൊച്ചു പൂമ്പാറ്റയെ തെന്നലിൽ ചാഞ്ചാടി യാത്രയാക്കുന്നു നീ. എന്നുമീ പനിനീർപ്പൂവിനെ സ്നേഹിച്ചു ഞാൻ. എൻ്റെ മനസ്സിൽ ഇവൾക്കായൊരിടം കരുതി ഞാൻ. മക്കളെ, അമ്മയുടെ കയ്യിലിരിക്കുന്ന പൂവ് കണ്ടോ? ഇതേ ഇവിടുത്തെ പനിനീർ ചെടിയിലുണ്ടായ പൂവാണ്. എത്ര സുന്ദരിയാണല്ലേ ഈ പനിനീർ പൂ. ഇവിടെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഇവിടെ ഇപ്പോൾ 3-4 പനിനീർ ചെടിയേ ഉള്ളൂ. കുറച്ചു നാൾ മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ മക്കളെ. നിറയെ ചെടികളും അതിൽ പല നിറത്തിലുള്ള പൂക്കളും ഉണ്ടായിരുന്നു. മുകളിലെ ബാൽക്കണിയിലായിരുന്നു ഇതെല്ലാം വച്ചിരുന്നത്. പക്ഷെ എന്തോ ഒരു രോഗം വന്ന് അവ എല്ലാം കരിഞ്ഞു പോയി. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി കേട്ടോ. ഒരുപാട് വാത്സല്യത്തോടെ കൊണ്ട് നടന്ന് വളർത്തിയെടുത്ത പൂക്കളായിരുന്നു. പക്ഷെ ഒരു പൂക്കാലം തന്നെയാണ് അവർ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ട് പോയത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയ ആ പനിനീർ പൂക്കളെ കുറിച്ചുള്ള ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ മക്കളെ ഈ വീഡിയോ. നാം സ്നേഹിക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും ചെടികളായാലും എന്തായാലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഈ പൂക്കളുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഈ ചാനൽ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ ഇവിടെ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റോസാപ്പൂക്കളെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുള്ളുകൾക്ക് നടുവിൽ യാതൊരു പരിഭവവുമില്ലാതെ ജീവിക്കുന്നവരാണ് ഈ റോസാപ്പൂക്കൾ. ഒരു ചെറിയ കാറ്റ് വീശിയാൽ പോലും അവരുടെ മുള്ളുകൾ തന്നെ ചിലപ്പോൾ അവരുടെ ദേഹത്ത് തന്നെ വധിച്ചേക്കാം. പക്ഷെ അവരതൊന്നും കാര്യമാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പുഞ്ചിരിയോടെ തന്നെ നിൽക്കുന്നു. ദുഃഖങ്ങളിലും ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന ആ പുഞ്ചിരിക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് കാണണ്ടേ മക്കളെ? അവരെ കാണുമ്പോൾ അമ്മ എപ്പോഴും പറയാറും ചോദിക്കാറുമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് മക്കൾക്ക് അറിയണ്ടേ? സുന്ദരിയാമിൻ പനിനീർ പുഷ്പമേ, നിന്റെ ആത്മാവിൽ മയങ്ങിടും ചിന്തകൾ എന്തെന്നറിയാൻ ഒരു മോഹമുള്ളിതിൽ. പൂന്തെന്നൽ നിന്നെ തലോടുന്ന നേരവും സൂര്യതാപത്താൽ വലയുന്ന നേരവും പുഞ്ചിരിക്കാൻ നിനക്കു കഴിയുന്നു. എന്തതിൻ രഹസ്യം ചൊല്ലൂ പുഷ്പമേ. കുഞ്ഞാറ്റക്കുരുവികൾ നിൻ തേൻ നുകർന്നുകൊണ്ട് ഉല്ലാസമോടെ പറന്നു നടക്കുന്നു. അവയുടെ കൊക്കുകൾ കൊണ്ടു നോവുമ്പോഴും
എങ്ങനെ മായാതെ നിൽക്കുന്നു നിൻ പുഞ്ചിരി. പേടിയില്ലേ നിനക്കീ അരക്ഷിതമാം ജീവിതയാത്രയിൽ പൊരുതി മുന്നേറുവാൻ. ഒന്നു ചാഞ്ചാടിയാൽ കാറ്റിലൊന്നാടിയാൽ നിന്നിലെ മുള്ളു തറയ്ക്കുമോ മേനിയിൽ. ദുഃഖങ്ങളിൽ പുഞ്ചിരിക്കുന്ന പുഷ്പമേ നീയായിരിക്കണേ എന്നുമെൻ മാതൃക. ശാന്തതയോറും മുഖമുള്ള പുഷ്പമേ നീയായിരിക്കണേ ഈ ലോകത്തിൻ മാതൃക. നീയായിരിക്കണേ ഈ ലോകത്തിൻ മാതൃക. നീയായിരിക്കണേ ഈ ലോകത്തിൻ മാതൃക. ഈ പനിനീർപ്പൂക്കളെ പോലെ ആവണം നമ്മളല്ലേ. ഈ ലോകത്തെ ദുഃഖങ്ങളില്ലാത്തവർ ആരാ ഉള്ളേ മക്കളെ? ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാന്മാരെന്ന്. നമ്മളെക്കാൾ കഷ്ടതയും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർ എത്രയാണ് മക്കളെ നമ്മൾക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളെയൊന്നും നമുക്ക് കാര്യമാക്കാതെ ഈ പനിനീർ പൂവിനെ പോലെ നമുക്ക് സന്തോഷത്തോടെ കുറച്ചു കാലമല്ലേ ഭൂമിയിൽ ജീവിതമുള്ളൂ, അത് കഴിച്ചു കൂട്ടാൻ കേട്ടോ. പനിനീർ പൂവിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, കാന്തി കുറഞ്ഞിടുമോ.